നമ്മൾ വക്കീൽ ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് വക്കീൽ തയ്യാറാക്കിയിരിക്കുന്ന ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിടും. പിന്നെ തിരിച്ച് ഞാൻ അന്വേഷിച്ചു. കോടതി വിധി വരുന്നത് വരെ എനിക്ക് വേണമെങ്കിൽ ഏട്ടന്റെ വീട്ടിൽ നിൽക്കാം. എന്റെ ഭർത്താവിനോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ അത് തടസ്സപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ പാടില്ല എന്ന നിയമം. ഞാൻ തടസ്സപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതെന്നല്ല, ഒന്നും ഞാനിപ്പോ അങ്ങനെ വിചാരിക്കാറില്ല. വിചാരിച്ചത് മുഴുവൻ തെറ്റി. പ്രതീക്ഷകൾ തെറ്റി, ആഗ്രഹങ്ങൾ തെറ്റി. ഒരു സത്യം എനിക്ക് മനസ്സിലായി. പ്രതീക്ഷകളാ നമ്മുടെയൊക്കെ ശത്രു. പ്രതീക്ഷ ഒരു തരത്തിൽ പറഞ്ഞ ഒരു തരം അസുഖോ. ചികിത്സയുമില്ല, മരുന്നുമില്ല. എല്ലാം സ്വയം നിയന്ത്രിക്കണം. എന്നാലോ നമുക്കൊട്ടും നിയന്ത്രിക്കാനും പറ്റില്ല. എന്താ നിർത്തിയത്? ഇറങ്ങും. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് വെറുതെ ഒരു രസത്തിനാ. കളിയിൽ തോറ്റുപോയ ആള് ആ തോൽവിയെക്കുറിച്ച് തോൽപ്പിച്ച ആളോട് തന്നെ പറയുന്നു. അതിനുണ്ടൊരു സുഖം. എന്തെങ്കിലും തോക്കുമ്പോ, അല്ല തോൽക്കാതിരിക്കട്ടെ, എന്നാലും നമ്മൾ പോലും വിചാരിക്കാതെ ചിലപ്പോ അങ്ങനെ സംഭവിച്ചാ അപ്പ പരീക്ഷിക്കാവുന്നതാ. ഞാൻ ചോദിക്കാമോന്നറിയില്ല. നമ്മൾ പിരിഞ്ഞാൽ സ്വാതി എങ്ങനെ ജീവിക്കാൻ പോകുന്നത്? ആലോചിച്ചിട്ടില്ല. എങ്ങോട്ട് പോകുമെന്ന് പോലും അറിയില്ല. രാഹുൽ അയാളുടെ വീട്ടിൽ നിന്നൂടെ? എന്തവകാശത്തില്? പിന്നെ കാരുണ്യം, അതും കുറച്ച് കഴിയുമ്പോൾ മാറും. ശരീരത്തിന് തൂക്കം കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും ഞാൻ വലിയൊരു ഭാരം ആവാറാ പതിവ്. പിന്നെയുള്ളത് നാരായൺജിയാ. ആരും വേണ്ട സ്വാതിക്ക്. തനിച്ച്. അതാ എന്റെ വിധി. അത് മതി. ഏതെങ്കിലും അനാഥാലയത്തിൽ പോണം, അല്ലെങ്കിൽ ഏതെങ്കിലും മഠം. ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്. ആർക്കും ഞാനൊരു ബുദ്ധിമുട്ടാവില്ല. ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഏട്ടനെ അടക്കം പലരെ. അത് മതി. ഇനി വയ്യ. ഞാൻ കുറച്ച് പണം തരട്ടെ? അവകാശം അല്ലേ? അതെ, ഞാൻ തരാൻ ബാധ്യസ്ഥനാണ്. നിയമം വെച്ച് നോക്കിയാലും അല്ലെങ്കിലും. വേണ്ട, അത് ഞാൻ സ്വീകരിച്ച അത് വേണ്ട. ഇതൊരു ചെക്ക. തുക എഴുതിയിട്ടില്ല. എത്ര വേണമെങ്കിലും എഴുതാം. എൻ്റെ സ്വത്ത് മുഴുവൻ തന്നാലും മതിയാവില്ലെന്നറിയാം. പക്ഷേ ഇത് വാങ്ങണം. എൻ്റെ ഒരു മനസ്സമാനത്തിനെങ്കിലും. ദാ.
സ്വാതി, ഞാൻ പറഞ്ഞില്ല സ്വാതി, എനക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന്. നഷ്ടപ്പെടേണ്ടത് ഞാൻ ഇവന്റെ പിള്ളേര് പണിയൊപ്പിച്ചു. നീലിനെ വെട്ടി. സീരിയസ് ആയിട്ട് അവനിപ്പോ ആശുപത്രിയില്ല. ആ തടിച്ചു കൂടെ ഉണ്ടായിരുന്നോണ്ടാ കൊല്ലാൻ പറ്റാതിരുന്ന. ചത്തോളും. ആ കണ്ടീഷനിലെ വെട്ടിയിരിക്കുന്നത്. എനിക്ക് പേടിയായിട്ട് വയ്യ. ഇതറിഞ്ഞ അവളുടെ പ്രതികരണം എന്തായിരിക്കും? ആ വീട്ടിൽ താമസിച്ചിട്ട് രാശിയില്ലെന്നും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മാറിയത്. അവിടത്തേക്കാളും വലിയ പ്രശ്നമാണല്ലോ ഇവിടെ. അതെ, അവളൊന്നും അറിയരുത്. ആ മൊബൈലേ നീ എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റണം. ചോദിച്ചാ കണ്ടില്ലെന്ന് പറഞ്ഞാൽ മതി. വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യിപ്പിക്കണ്ടായിരുന്നു. ചെയ്യാതെ പിന്നെ എല്ലാം അറിയുന്നുള്ള അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതോടാ ശല്യം തീർന്നു നിങ്ങൾ കൂട്ടിയാൽ മതി.
നിവൃത്തിയില്ലാതെ വന്നപ്പോഴാ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇത് അവൻ സ്വയം ചോദിച്ചു വാങ്ങിച്ചത് തന്നെയാ. അച്ഛാ, അച്ഛന്റെ വാശി അച്ഛൻ നടത്തിയല്ലേ? നടത്തി. പലവട്ടം പറഞ്ഞതല്ലേ നിന്നോടടക്കം. കേട്ടോ? അനുസരിക്കാത്തവർക്കുള്ള ശിക്ഷയാ ഇപ്പൊ കിട്ടിയത്. ഇതോടെയെല്ലാം തീർന്നു എന്ന് വിചാരിക്കണ്ട. തീരണമല്ലോ, അല്ലെങ്കിൽ തീർക്കും. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം എന്ത് വേണോന്ന്. ഞാനത് ചെയ്യും. മോളെ മോളെ വേദ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാ ഞാൻ ആശുപത്രിയിൽ പോവും, നീലിനെ കാണും. അവരിപ്പോ ചത്തിട്ടുണ്ടാവും, അത് കാണാൻ നീ പോണ്ട. പോവും, ഞാൻ പോവും. ആരെതിർത്താലും ഞാൻ പോവും. ഇനിയാവുന്ന എനിക്ക് കാണണം. വിട്, വിടാൻ. എനിക്ക് പോണം. വേണ്ട. വിട്ടില്ലെങ്കിൽ വിട്ടില്ലെങ്കിൽ എന്റെ ശവം നിങ്ങൾക്ക് കാണേണ്ടി വരും. ചത്താലും നിന്റെ വീട്ടിലടി. ഞാൻ പോവും. എന്നെ തടയാൻ നിങ്ങൾക്ക് ഒരവകാശമില്ല. എന്താ മോളെ നീ ഇങ്ങനെ? ചതിയന്മാരാ, കൊല്ലുന്നവരാ. എനിക്ക് നിങ്ങളെ കാണണ്ട. അവിടെ ചെന്നാലേ അവരുടെ ദേഷ്യം മുഴുവൻ നിന്നോടായിരിക്കും തീർക്കാൻ പോകുന്നത്. അത് സാരമില്ല. ഞാൻ നീലിന്റെ പെണ്ണാ. നീൽ അങ്ങനെ കിടക്കുമ്പോ എനിക്ക് കാരണം. ഞാൻ പോവും. ആര് തടഞ്ഞാലും ഞാൻ പോവും. വിടും. ഗണേശ, വിടറാ അവളെ. അവള് പോട്ടെ. നിക്കേ. പോകുന്നതേ നാശത്തിലേക്കാണെന്ന് വിചാരിച്ചാ മതി. നീലിനെ അവർ കാണിക്കില്ല. കാണിച്ചാ നീ പറയുന്ന ജോലി ഞാൻ ചെയ്യും. വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവളെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു സാവിത്രി. ഇപ്പോഴും അത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. ഇല്ല, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. വേദയെ നീൽ ഇനി അടുപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അനുഭവത്തിൽ നമ്മൾ പഠിച്ചോളൂ. വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ മതി. രക്ഷിക്കാന്നൊരു ഉറപ്പ് തന്നാൽ മാത്രം മതി അവര്. പ്രാർത്ഥിക്കേ, അല്ലാതെ വേറെ വഴിയില്ല. മാറി നിൽക്ക്. എനിക്ക് നീലിനെ കാണണം. ഇവിടെ നിന്ന് ഒരടി മുന്നോട്ട് വെക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. കൊലയ്ക്ക് കൊടുത്തിട്ട് കാണാൻ വന്നിരിക്കുന്നു. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. എന്റെ മനസ്സറിവോടെ അല്ല ഇതൊന്നും നടന്നത്. നീൽ സാർ കണ്ണു തുറന്നു. സിസ്റ്റർ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, വന്നോളൂ. ഇനി പേടിക്കാനൊന്നുമില്ല. പേഷ്യന്റിന് അധികം സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട. ഇതാരാണെന്ന് മനസ്സിലായോ നീലിന്? ആരാ പറ. ഭാര്യ.
ഗുഡ്. ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? നീലിന് നേരെ ഒരു അറ്റാക്ക് നടന്നു. ഈ കുട്ടി ഉണ്ടായിരുന്നോണ്ടാ രക്ഷപ്പെട്ടത്. സ്വാതി തന്നെ ഇവിടെ എത്തിച്ചത്. എത്തിക്കാൻ കുറച്ചു നേരം വൈകിയിരുന്നെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ നീലുണ്ടാകുമായിരുന്നില്ല. ഏട്ടാ, അധികം സംസാരിപ്പിക്കണ്ട, റെസ്റ്റ് ചെയ്യട്ടെ. നീൽ ഇപ്പൊ ഒന്നും ഓർക്കാൻ ശ്രമിക്കണ്ട, കണ്ണടച്ച് കിടന്നു. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. വരും. അപകടനില തരണം ചെയ്തു. അറ്റാക്കിന്റെ ആഘാതത്തിൽ ഓർമ്മയ്ക്ക് എന്തെങ്കിലും തകരാറ് പറ്റുമെന്നായിരുന്നു എന്റെ പേടി. ഇനി പേടിക്കാനൊന്നുമില്ല. ഹീസ് ഓൾ റൈറ്റ്. കീപ് ഇറ്റ് അപ്പ്. വൈഫായാൽ ഇങ്ങനെ വേണം. സ്വാതിയല്ലേ? അതെ. റൂം വരെ ഒന്ന് വരണം. തെളിവെടുക്കാൻ പോലീസ് വന്നിട്ടുണ്ട്. സർ, സ്വാതി എത്തി. ആ, സ്വാതിയല്ലേ? അതെ. സംഭവം നടക്കുമ്പോ സ്വാതിയല്ലേ നീൽ മകേഷിനൊപ്പം ഉണ്ടായിരുന്നത്? അതെ. എന്താ സംഭവിച്ചത്? വിശദമായിട്ടൊന്ന് പറയാമോ? അക്രമികളെ കണ്ട സ്വാതിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ എങ്ങോട്ട് പോവായിരുന്നു? പറയൂ. വക്കീലിനെ കാണാൻ. അങ്ങനെ അല്ലല്ലോ സംഭവം വിളിച്ചറിയിച്ചപ്പോ നീലിന്റെ അച്ഛൻ പറഞ്ഞത്. അവരോട് പറഞ്ഞത് സിനിമയ്ക്ക് പോവാണെന്നാ. വക്കീലിനെ കാണാൻ പോവാണെന്നറിഞ്ഞ അവര് വേദനിക്കും. എന്തിനാ വക്കീലിനെ കാണാൻ പോയത്? പറയൂ. അത് അത് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാനാ. ഓ, അപ്പൊ നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചിരിക്കുവായിരുന്നു അല്ലേ? അതെ. എന്താ സ്വാതി, ആ ദേഷ്യം തീർക്കാൻ സ്വാതി തന്നെയാണോ ഗുണ്ടകൾ ഏർപ്പാടാക്കിയത്? അങ്ങനെ ഒരു സാധ്യതയില്ലേ? ഏട്ടൻ എന്റെ ഭർത്താവാ. ഭർത്താവിനെ ഒരിക്കലും ഒരു ഭാര്യ ഗുണ്ടകളെ വിട്ട് ഉപദ്രവിക്കില്ല. അതുകളാ, ഭർത്താവിനെ കൊല്ലുന്ന എത്രയോ ഭാര്യമാരുണ്ട്. ഞാൻ അതിൽ പെടില്ല. പിന്നെ ആരാ ഇത് ചെയ്തത്? വേദയുടെ വീട്ടുകാരാ. എന്നുവെച്ചാ വാസുദേവനും ഗണേശനും. അതെ. ഇപ്പോഴും അവരെ തന്നെ സംശയിക്കാൻ എന്താ കാരണം? അവർക്കാ ഏട്ടനോട് ശത്രുത. അവരെ ഇത് ചെയ്യുള്ളൂ. ആ സിസ്റ്റർ, ഐസിയോടെ ദേ അവിടെ. ആ താങ്ക് യു. വല്യമ്മയെ വല്യച്ഛനെ ഞാൻ കണക്കിന് ചീത്ത പറഞ്ഞു. നീലിങ്ങനെ ഇവിടെ ഒരു അവസ്ഥ കിടക്കുമ്പോ തനിച്ചാക്കി പോരാൻ പാടുണ്ടോ? തനിച്ചല്ലല്ലോ, ഞാനില്ലേ ഇവിടെ. നീയോ? കഷ്ടം. നീലിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ നോക്കി പെരുമാറാൻ നിനക്കറിയോ? എടി, അടുക്കള പണി ചെയ്യുന്ന പോലെയല്ല ആശുപത്രിയിൽ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നത്. അത് നീലിനെ പോലുള്ള ഒരാളുടെ അടുത്ത് ഒരു മരുന്നിന്റെ കുറിപ്പടി തന്ന അതെന്തിനാണെന്ന് ചോദിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരമില്ലാത്ത നീയാണോ? ഞാനില്ലേ ഇവിടെ നിന്ന് അഹങ്കരിക്കുന്നത്? നിനക്കതുണ്ടോ ബുദ്ധിയും വിവരവും? ഉണ്ട്. അതല്ലേ ഞാനിപ്പോ വന്നത്. വന്നതുകൊണ്ടായില്ലല്ലോ, ഇവിടെ നിൽക്കാൻ പറ്റണ്ടേ?
ഞാൻ നിക്കുവല്ലോ. അതിന് സമ്മതിക്കില്ലെന്നാ പറഞ്ഞത്. ആര്? നീയോ? നടന്നത് തന്നെ. ഞാനേ വേദയല്ല, ഗൗരിയാ. ഗൗരി. അതിന് ആരായാലും ഇവിടെ നിൽക്കണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. സ്നേഹത്തിന് പുറത്താണ് നീ ഇത് പറഞ്ഞെങ്കിൽ ഞാൻ അനുവദിക്കുമായിരുന്നു. നിന്റെ ഉള്ളിലെ സ്നേഹമല്ല, ഒരുതരം വൃത്തികെട്ട അസൂയ. അത് സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റില്ല. എന്റെ ബന്ധുവാ നീല്. ഞങ്ങള് ചേട്ടനനിയന്മാരുടെ മക്കളാ. നിന്നേക്കാൾ അവകാശം എനിക്ക് നീലിന്റെ അടുത്തുണ്ട്. അതൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ സമ്മതിച്ചു തരില്ല. നീ കെട്ടും കെട്ടി ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ നിന്നാ ഏട്ടൻ എന്നോട് അടുപ്പം തോന്നിയാലോ എന്ന് പേടിച്ചിട്ടല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നാലേ അത് തോന്നി. ഇവിടെ വച്ചല്ല, മുമ്പേ. അതിന്റെ കഥയൊക്കെ വേദ എന്നോട് പറഞ്ഞു. വക്കീലിന്റെ അടുത്ത് ചെന്നതും ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടതും അതൊന്നുവേ വീട്ടിലാരും അറിഞ്ഞിട്ടില്ല. പറയണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്നത് നിനക്ക് നല്ലത്. സൗകര്യമില്ലെങ്കിലോ? നീ എന്ത് പറഞ്ഞാലും ഇനി വീട്ടിൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടേ വേഗം സ്ഥലം വിടാൻ നോക്ക്. പറ്റില്ലെങ്കിലോ? പറ്റില്ലെങ്കിൽ ഇവിടെ നിന്നോ. പക്ഷെ നിനക്കൊരിക്കലും ഏട്ടനെ കാണാൻ പറ്റില്ല. നോക്കാം. മര്യാദയ്ക്ക് പറഞ്ഞ നീ ഇപ്പൊ കേക്കില്ല അല്ലേ? എന്തിനാ മോളെ ഈ പ്രായത്തിൽ എന്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കുന്നേ? ഈ കൈ കണ്ടല്ലോ, ഇതുകൊണ്ട് അറിഞ്ഞൊന്ന് തന്നാ ഇരുപതായി പോവും. എടി, നിന്റെ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇത് ആശുപത്രിയാ. ഇവിടെ ആർക്കും വരാം പോവാം. അത് എന്റെ ചെലവില് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നീല് തീരുമാനിക്കട്ടെ. നീ ഏട്ടനെ കാണുവോ? കാണും. കണ്ടാലേ പോവൂ? കണ്ടാ പിന്നെ പോയിന്റ് വരത്തില്ലല്ലോ. നീല് പറയും എന്നോട് ഇവിടെ നിന്നോളാൻ. ഉറപ്പാണോ? അതെ. എന്നാ കയറി കണ്ടോ. നീ വാ. നീല് പറയുന്നതേ നിനക്കും കൂടി കേക്കാം. വാ. എന്താ ഞാൻ ഈ കാണുന്നത്? എന്തൊരു കിടപ്പായത്. ഒരുത്തിയെ കെട്ടിയപ്പോ ഈ ഗതികേട്ടിലായല്ലോ എന്റെ ഭഗവാനെ. ഇവിടെ ശബ്ദം ഉണ്ടാക്കരുത്. സങ്കടം കൊണ്ടോ സിസ്റ്ററെ? എങ്ങനെ നടന്ന ആളാണെന്നറിയോ? നീലിനെ അറിയില്ലേ? ആർട്ടിസ്റ്റാ. അറിയാം. ഞാൻ അവന്റെ ചെറിയച്ഛന്റെ മോളാ. അതിന് ഞങ്ങളെന്ത് വേണം? സിസ്റ്റർ ഒന്നും വേണ്ട. നീലേ, നീലെ കണ്ണു തുറന്നേ. ദേ, ഇതാരാ വന്നിരിക്കുന്നു നോക്കിയേ. ഞാൻ ഗൗരിയാ. എന്താ നീലെ നിനക്ക് പറ്റിയത്? നീ ഇപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനിവിടെ നിക്കാൻ വന്നതാ നീലെ, ബൈസ്റ്റാൻഡറായിട്ട്. അതിന് സ്വാതി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞതാ ഏട്ടാ, അപ്പോ ഒരേ വാശി. ഏട്ടന്റെ കൂടെ നിൽക്കാനുള്ള സ്റ്റാൻഡേർഡ് എനിക്കില്ലാന്ന്. നീലെ, അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മരുന്നൊക്കെ വാങ്ങി കൊടുക്കേണ്ടി വരില്ലേ? എഴുത്തും വായന അറിഞ്ഞൂടാത്ത ഒരാൾ നിൽക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ അതൊക്കെ അറിയുന്ന ഒരാൾ നിൽക്കുന്നത്. അതോർത്താ ഞാൻ. സ്റ്റേറ്റ്മെന്റ് തരാൻ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. വരാം. നീ ഗുണ്ടലോട്ട് കൊല്ലിക്കാൻ നോക്കല്ലടാ. സർ പ്ലീസ്, ഇവിടെ വെച്ച് അവനൊന്നും ചെയ്യരുത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ചെയ്തത് മണി പോലെ പറഞ്ഞ ഇവനെ കൊള്ളാം. അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല ഇനി നിങ്ങൾ ഇവനെ കാണുമ്പോ. വാടാ ഇങ്ങോട്ട്, പിടിച്ച് കയറിയവനെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒന്നും വേണ്ടാന്ന്. എന്റെ മോനെ ഇപ്പൊ കൊലക്ക് കൊടുത്തപ്പോ നിനക്ക് സമാധാനമായല്ലോ. മിണ്ടിപ്പോരുത് നീ. ആണുങ്ങളായ തല്ലും കൊല്ലും ഒക്കെ ചെയ്യും.
ജയിലിലും പോവും. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ഈ കുടുംബത്തിന് വേണ്ടിയാടി, എന്റെ അഭിമാനം കാക്കാൻ. അതുകൊണ്ട് എത്ര പണം മുടക്കിയാണെങ്കിലും ഞാൻ അവനെ പുറത്തിറക്കും. മനസ്സിലായോ? തൃപ്തിയായല്ലോ നിനക്ക്? ഗണേശന്റെ ജീവിതം തകർത്തപ്പോ സമാധാനമായല്ലോ? എന്നെ കുറ്റപ്പെടുത്തണ്ട. എല്ലാം സ്വയം വരുത്തി വെച്ചതാ. അതിന്റെ ശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം. ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ ഈശ്വര? മോളെ, ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാ ഞാനിപ്പോ കണ്ടത്. നിന്റെ തലയെ തൊട്ട് വേണമെങ്കിൽ ഞാൻ സത്യം ചെയ്യാം, നീലിനെ ഉപദ്രവിക്കാൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഗണേശൻ അവൻ ജയിലിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മോളവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. മനസ്സിലായി അമ്മ പറയുന്നതിന്റെ ഉദ്ദേശം. ഞാൻ ഇടപെടണം. പരാതി പിൻവലിക്കാൻ ഞാൻ ചെന്ന് നീലിനോട് പറയണം. പണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുമെന്ന് വിചാരിക്കണ്ട. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ. ഗണേശൻ പുറത്തിറങ്ങിയില്ല എന്ന് വെച്ച് എനിക്ക് ഒരു പ്രയാസവും ഇല്ല. അവൻ നിന്റെ കൂടെ പുറപ്പല്ലേ? ആ തോന്നൽ അവനും ഉണ്ടാവണമായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ക്രൂരത അവൻ ചെയ്യില്ലായിരുന്നു. നീല എന്ത് തെറ്റാ അവനോട് ചെയ്തത്? സ്നേഹിച്ചതാണ് കുറ്റമെങ്കിൽ ആ കുറ്റത്തിൽ എനിക്കും പങ്കില്ലേ? എന്തുകൊണ്ടാ അവൻ എന്നെ ശിക്ഷിക്കാതിരുന്നത്? ഭാഗ്യം കൊണ്ടാ നീല രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഞാനില്ല. ആരുടെയും കാല് പിടിച്ച് ഗണേശനെ പുറത്തിറക്കാൻ ഞാൻ തയ്യാറല്ല. വേണ്ടടി, ഒരുത്തിയുടെ സഹായം എനിക്ക് വേണ്ട. ഗണേശനെ ഞാൻ പുറത്തെത്തിച്ചോളാം. പോലീസിലും അല്ലാതെയും എനിക്ക് ഒന്നടി പിടിപാട്. അത് ഞാൻ ഉപയോഗിച്ചോളാം. ഉപയോഗിച്ചോ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞോ? എന്റെ സഹായം പ്രതീക്ഷിക്കേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിന്നെയൊക്കെ വളർത്താൻ പോയ നേരത്തിന് വല്ല അനാഥാലയത്തിലും കുട്ടികളെ സഹായിച്ചിരുന്നെങ്കിൽ അവരാ നന്ദിയെങ്കിലും കാണിച്ചേനെ. ഊണ് തന്ന കൈക്ക് തന്നെ കൊത്തണം, കേട്ടോ മോളെ? നിങ്ങൾ ഒരിക്കലും ഒരു നല്ല അച്ഛനായിരുന്നില്ല. ആയിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു. നിനക്ക് എന്ത് സംഭവിച്ചെന്നാടി നീ പറയുന്നത്? നീ കാരണം ഈ വീടിന് എന്തുമാത്രം നാണക്കേടുണ്ടായിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മതി പറഞ്ഞത്, വെറുതെ വഴക്കിടണ്ട. അവള് പറയുന്നത് കേട്ടില്ലേ, നമ്മൾ അവളുടെ ജീവിതം നശിപ്പിച്ചുവെന്ന്. എനിക്കും ഗണേശനും തല ഉയർത്തി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. അത് അവൾക്കൊരു പ്രശ്നമല്ല. ഗണേശൻ ഇനി പുറത്തിറങ്ങി നടക്കില്ല. ജയിലിൽ തന്നെ സുഖമായിട്ട് കഴിയാം. അപ്പം നാണക്കേട് ഉണ്ടാവില്ല. എടീ, അത് നിന്റെ തോന്നലാടി. അവൻ എന്റെ മോനാണെങ്കിൽ ഞാൻ അവനെ ഇറക്കിയിരിക്കും. എന്നപ്പോ ഇറക്ക്. എന്റെ മുമ്പിൽ വന്ന് പ്രസംഗിക്കുന്ന എന്തിനാ? കേട്ടല്ലോ, പറയുന്നത് കേട്ടല്ലോ. നീ എല്ലാത്തിനും നീ ഒരുത്തിയാ കാരണം. ഞാൻ എന്ത് ചെയ്തിട്ടാ? പെൺകുട്ടികൾ വഴിതെറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അമ്മമാർക്കാടി. എന്നെ വഴക്കേൽപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ? നീ ഒരുത്തി കാരണം ഈ വീട്ടിലുള്ളവർ ഒറ്റ ആൾക്ക് സ്വസ്ഥതയില്ല. സ്വസ്ഥതക്കേട് ഞാൻ തീർത്തു തന്നോളാമേ. സമയം വരട്ടെ. നിങ്ങളുടെ എല്ലാ സങ്കടവും ഞാൻ മാറ്റിത്തരാം.